അതെ, ഇന്ന് ലഞ്ചിന് നമുക്ക് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഒരു വലിയ സവാളയും രണ്ടോ മൂന്നോ ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കണം. ഗീ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ജീരകവും ആഡ് ചെയ്ത് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം. ആദ്യം ചേർത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് അതങ്ങ് കുക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും കൂടി ഇടാം. അപ്പോൾ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ച റൈസും കൂടി ആഡ് ചെയ്യാം. ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓഫീസിലൊക്കെ പോകാൻ നേരത്തെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് ടൊമാറ്റോ റൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഒനിയനും ടൊമാറ്റോയും നല്ല തണുത്ത കേടും 2 പച്ചമുളകും കൂടി ചേർത്ത് ഒരു സലാഡും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.